പേരൻസ് പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് കുഞ്ഞ് ഒരുപാട് കുസൃതിയാണ്, ഒരു രക്ഷയില്ല ഡോക്ടറെ എന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഹായ് ദേർ, ദിസ് ഇസ് ഡോക്ടർ ആര്യദേവി. നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, കുഞ്ഞുങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ അവർ അടങ്ങിയിരുന്ന് നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ നമ്മൾ വലിയ മൈൻഡൊന്നും അവിടെ കൊടുക്കില്ല, നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോകും. നമുക്കറിയാം കുഞ്ഞ് സേഫാണ്, അവിടെ ഇരുന്ന് അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. പക്ഷേ കുഞ്ഞ് എന്തെങ്കിലും ഒരു മിസ്ബിഹേവിയർ കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അത് ചൂണ്ടിക്കാണിക്കുകയും ടെൻഷൻ ആവുകയും അതിനെക്കുറിച്ച് ഇങ്ങനെ തുരെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇത് പലപ്പോഴും നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു റിസൾട്ടാണ് നമുക്ക് നൽകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നോക്കുമ്പോൾ നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നത് അവർ കുരുത്തക്കേട് കാണിക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ കുരുത്തക്കേട് കുറച്ചുകൂടെ കാണിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ശ്രദ്ധ കിട്ടും എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലേക്ക് അവർ പോവുകയും കൂടുതൽ കുരുത്തക്കേടുകൾ അവർ കാണിക്കാൻ തുടങ്ങുകയും ചെയ്യും. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഒരു അറ്റൻഷൻ നമ്മൾ ആദ്യമേ തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഡെയിലി കുറച്ച് നേരം അവരുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യണം. അതുകൂടാതെ തന്നെ അവരെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഒന്ന് നമ്മൾ വാക്കുകൾ കൊണ്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാം. രണ്ടാമത്തേത് നമ്മുടെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട്, അതായത് അവരെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരെ ഡിസ്ട്രാക്ട് ചെയ്യാത്ത രീതിയിൽ നമുക്ക് അവരുടെ ഷോൾഡറിലൊക്കെ സ്നേഹത്തോടെ ഒന്ന് തൊട്ടുകൊണ്ട് നമ്മുടെ അപ്രീസിയേഷൻ അവരെ അറിയിക്കാവുന്നതാണ്. നമ്മൾ ഡെയിലി ഒരു 50 മുതൽ 100 തവണയെങ്കിലും കുഞ്ഞിനെ സ്നേഹത്തോടെ സ്പർശിക്കണം എന്നാണ് പഠനങ്ങൾ പറയുന്നത്. കാരണം നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം നമ്മൾ എക്സ്പ്രസ് ചെയ്താലേ അത് അവർക്ക് മനസ്സിലാവുകയുള്ളൂ. അതുപോലെ തന്നെ അവരെന്തെങ്കിലും കുരുത്തക്കേട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അറ്റൻഷൻ അവർക്ക് കൊടുക്കാൻ പാടില്ല. അതായത് അവരെ നോക്കാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ അവരെ തൊടാനോ പാടില്ല. അതിനുശേഷം അവരെപ്പോഴെങ്കിലും അത് തിരുത്തി ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ എടുത്തു പറയുകയും വേണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവരുടെ സ്വഭാവത്തിലും ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്.